ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിന്നൊരു അടിപൊളി ഓറിയോ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ഓറിയോ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ടാവും. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കിയ എന്തൊരു ടേസ്റ്റ് ആവൂലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കേക്കാണ്. അതിന് ഞാനിവിടെ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പാക്കറ്റ് എടുക്കുക, അതിനൊരു കുഴപ്പമില്ല. ഞാനിവിടെ ഒത്തിരി കേക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 3 പാക്കറ്റ് എടുത്തിട്ടുള്ളത്. നല്ല ചിലവ് കുറവിലാണ് കേട്ടോ കൂട്ടുകാരെ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിളാണ് ഉണ്ടാക്കാറായിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാതും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കി എടുക്കാം. ക്രീം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഓറിയോ ബിസ്ക്കറ്റ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, എല്ലാ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമും ബിസ്ക്കറ്റും ഞാനിവിടെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ എല്ലാ ഓറിയോ ബിസ്ക്കറ്റും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ 3 ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡറാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് ഇത്രേ കിട്ടിയിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ 3 എണ്ണമൊക്കെ എടുത്താലേ നമുക്ക് ഒരു കേക്കിന് ഉണ്ടാകുള്ളൂ. 2 എണ്ണം എടുത്താലും മതി, പക്ഷേ 3 എണ്ണം എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നൊന്നും എടുക്കാതെ നോക്കുക. ഒരു 2 ഓറിയോ ബിസ്ക്കറ്റെങ്കിലും നിങ്ങൾ എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലോട്ട് ആക്കി കൊടുക്കാം. ആണല്ലേ, നന്നായിട്ട് പൊടിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗൾ ഒട്ടും നനവ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞ ഇപ്പോൾ ചേർക്കുന്നില്ല ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വെള്ള മാത്രമായിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങളടുത്ത് ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് വെച്ചോ, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്യാം. അതാണ് കൂടുതൽ എളുപ്പമാവുക. ബീറ്റർ ഇല്ലാത്തവർക്ക് അതാവും നന്നായിട്ട് എളുപ്പം ഉണ്ടാവുക. അപ്പോൾ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്തത് ചേർത്ത് കൊടുക്കുക, പക്ഷേ നമ്മളുടെ കേക്കിൽ ഒരു തരിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ തരി ഉണ്ടാവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് നമ്മളുടെ ബാറ്റർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഈ ഒരു ടെക്സ്ചർ ആവുമ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മിക്സിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിവിടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ മുട്ടയുടെ ഫ്ലേവർ ഒന്ന് മാറാനാണ്, അല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരും നമ്മളുടെ കേക്കിന്. അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വാനില എസൻസ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളും അത് ചേർക്കണം, അത് ഓപ്ഷനിലല്ല. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റഡ് ബട്ടറാണ്. ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഗീ ഉണ്ടെങ്കിൽ ഗീ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, നോർമൽ ഓയിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 1 സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡോ അല്ലെങ്കിൽ 5 സെക്കൻഡോ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ ഒരു 8 സെക്കൻഡൊക്കെ ആവും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ബാറ്ററി ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്.
ഒരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്കിവിടെ നമ്മളുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡറില്ലേ, അതിങ്ങനെ ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ എല്ലാതും പാടെ ഒപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മളുടെ കേക്കിൽ ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിതറി എല്ലാ വശത്തോട്ടും ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒരു വശത്തോട്ട് മാത്രം ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിക്കായിട്ട് വന്നപ്പോൾ ഞാനിവിടെ ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ലൂസാക്കി എടുത്തു. ഇനിയും ഉണ്ട് കുറേ പൗഡർ, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലൂസാക്കി എടുക്കുക. നമ്മളുടെ ബാറ്റർ തിക്കായി പോവരുത്. ഇതുപോലെ ആവണം. ഈ ഒരു പരുവത്തിലാണ് നമ്മളുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി ഞാനിവിടെ നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ. ഇനി നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മളുടെ ഇതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോവാൻ. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ കേക്ക് ഇവിടെ അടിപൊളി നല്ല സോഫ്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് 35 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചത്. നിങ്ങളുടെ കേക്കിൻ്റെ ബാറ്ററിനനുസരിച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ കേക്ക് ഇവിടെ അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.